ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും മംഗളം ഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. 89-ാമത്തെ ശ്ലോകം. നഖൈർനാഗസ്ത്രീണാം കരകമലസങ്കോചശശിഭിഃ തരുണാം ദിവ്യാനാം ഹസദൈവ ദേ ചണ്ഡിചരണോ ഫലാനി സ്വസ്ഥേഭ്യഃ കിസലയകരാഗ്രേണ ദദതാം ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശമന്നായ ദദതോ. നഖൈഃ നാഗസ്ത്രീണാം കരകമലസങ്കോചശശിഭിഃ തരുണാം ദിവ്യാനാം ഹസദ ഇവ തേ ചണ്ഡിചരണോ ഫലാനി സ്വസ്തേഭ്യഃ കിസലയ കരാഗ്രേണ ദദതാം ദരിദ്രേഭ്യഃ ഭദ്രാം ശ്രിയം അനിശം അന്നായ ദദതൗ. ഹേ ചണ്ഡികാദേവി, അല്ലയോ ചണ്ഡികാദേവി, ദരിദ്രേഭ്യഃ ദരിദ്രന്മാർക്ക്, ഭദ്രാം നിർദോഷമായ ശ്രിയം സമ്പത്തിനെ, അനിശം എപ്പോഴും അന്നായ വേഗത്തിൽ ദദതൗ കൊടുക്കുന്നവയായ തേ നിന്തിരുവഴിയുടെ ചരണോ പാദങ്ങളെ. ദരിദ്രന്മാർക്ക് അമ്മയെ പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും കൊടുക്കുമെന്ന് പറയുന്നു. ചരണോ അങ്ങനെയുള്ള പാദങ്ങൾ. നാഗസ്ത്രീണാം, നാഗെന്ന് പറഞ്ഞാൽ സ്വർഗലോകം എന്ന് പറയും. നാഗസ്ത്രീണാം ദേവസ്ത്രീകളുടെ കരകമല സങ്കോച ശശിഭിഹി, അതായത് കരങ്ങളായ താമരപ്പൂക്കളെ കൂമ്പിക്കുന്നതിൽ, ചന്ദ്രതുല്യങ്ങളായ ദേവീപാദ സ്പർശനത്തിൽ, അതായത് ഭക്ത്യതിശയത്താൽ ദേവസ്ത്രീകളുടെ കൈകൾ കൂമ്പുമെന്ന് സാരം. ചന്ദ്രൻ വരുമ്പോൾ താമരപ്പൂകൾ കൂമ്പിപ്പോകും. അപ്പോൾ ഇവിടെ പറയുന്നത് നാഗസ്ത്രീകൾ, അതായത് ദേവലോകത്തിലെ സ്ത്രീകൾ അമ്മയെ കൈകൂപ്പി വന്ദിക്കുന്നു എന്നത്, ആ താമരപ്പൂക്കൾ കൂമ്പുന്ന പോലെ. അപ്പോൾ നഖങ്ങളെ കൊണ്ട്, കിസലയ കരാഗ്രേണ തളിരുകളാകുന്ന കരാഗ്രം കൊണ്ട്, സ്വസ്തേഭ്യ സ്വർഗവാസികൾക്ക് മാത്രം, ഫലാനി ഫലങ്ങളെ ദദാത കൊടുക്കുന്നവയായ, ദിവ്യാനാം ദേവലോകത്തിലുള്ള തരുണാം വൃക്ഷങ്ങളെ, അതായത് അവിടെയുള്ള വൃക്ഷങ്ങൾ, അവിടെയുള്ള ദേവലോകത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ അവിടെയുള്ള പരിജാത വൃക്ഷം അല്ലെങ്കിൽ കൽപ്പക വൃക്ഷം എന്നൊക്കെ പറയല്ലോ, അതൊക്കെ അവർക്ക് മാത്രമേ അതിൻ്റെ ദിവ്യമായ ഔഷധങ്ങൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഹസദഹ ഇവയെ അതിനെ പരിഹസിക്കുന്നവയാണോ എന്ന്, ആ ഫലങ്ങളെ കൊടുക്കുന്ന വൃക്ഷത്തിൻ്റെ തളിരുകളെ പരിഹസിക്കുകയാണോ എന്ന് തോന്നുമാറാണ് അമ്മയുടെ പാദം എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലയോ, ഈ ശ്ലോകം ചൊല്ലിയാലും വായിച്ചാലും സർവ്വരോഗശമനവും ശക്തി, ശരീര സൗഭാഗ്യം എന്നൊക്കെ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലയോ ചണ്ഡികാദേവി, ദീനന്മാർക്ക് പരിപൂർണ ഐശ്വര്യത്തെ സദാ വേഗത്തിൽ ദാനം ചെയ്യുന്ന നിന്തിരുവടിയുടെ പാദങ്ങൾ ദേവസ്ത്രീകളുടെ കൈകളാകുന്ന താമരപ്പൂക്കളെ കൂമ്പിക്കുന്നതിൽ ചന്ദ്രസദൃശങ്ങളായ, അതായത് ദേവസ്ത്രീകളുടെ കൈകൾ നമ്മളെല്ലാവരും ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ദേവസ്ത്രീകളുടെ കൈകൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് എങ്ങനെയുള്ള കൈകളാണ്? ആ ചന്ദ്രൻ വരുമ്പോൾ കൂമ്പുന്ന താമരപ്പൂ പോലെ കൈകൂപ്പിക്കൊണ്ട് അമ്മയുടെ പാദത്തെ പ്രാർത്ഥിക്കുന്നു, കുമ്പിടുന്നു. അങ്ങനെ കൂമ്പിക്കുന്നതിൽ ചന്ദ്രസദൃശങ്ങളായ നഖങ്ങളെ കൊണ്ട് തളിരുകളാകുന്ന കൈകളാൽ സ്വർഗവാസികൾക്ക് മാത്രം ഫലങ്ങളെ ദാനം ചെയ്യുന്ന ദിവ്യങ്ങളായ കൽപ്പവൃക്ഷങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് തോന്നും. അപ്പോൾ കൽപ്പവൃക്ഷങ്ങൾ ധാരാളം ഫലങ്ങൾ ആർക്ക് കൊടുക്കും? ദേവസ്ത്രീകൾക്കും ദേവന്മാർക്കും കൊടുക്കും. അപ്പോൾ അതിൻ്റെ തളിരുകളെ പരിഹസിക്കുകയാണോ എന്ന് തോന്നുമാറാണ് അമ്മയുടെ പാദം എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാദത്തെ ദേവസ്ത്രീകൾ പോലും നമസ്കരിക്കുന്നു, കൈകൂപ്പുന്നു എന്ന് ഇവിടെ സാരം. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.